അങ്ങനെ മകരപ്പൊങ്കൽ എന്ന് രാവിലെ കൊച്ചു വെളുപ്പംകാലത്ത് നേരെ പൊന്മുടിയിലേക്ക് പോവുകയായിരുന്നു. പൊന്മുടി കാണാനല്ല പോയത്, പൊന്മുടിയിലെ സീതാതീർത്ഥത്തിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തൈപ്പൊങ്കൽ മകരപ്പൊങ്കാല കാണുവാനും അത് ഷൂട്ട് ചെയ്യുവാനുമായിട്ടാണ് അതിരാവിലെ ഇറങ്ങിയത്. വനവാസകാലത്ത് ശ്രീരാമനും സീതയും പൊന്മുടിയിലെത്തി സീതാതീർത്ഥക്കണി എന്നറിയപ്പെടുന്ന കുളത്തിൽ കുളിച്ചുവെന്നാണ് ഇവിടെയുള്ളവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. രാവിലെ തന്നെ ധാരാളം ആൾക്കാർ ചൂട്ടും കൊതുമ്പും ഒക്കെ കെട്ടി വാഹനങ്ങളിൽ പോകുന്നൊരു കാഴ്ച. സീതാതീർത്ഥം വനത്തിനുള്ളിലായതിനാൽ എപ്പോഴും പ്രവേശനമില്ല, വർഷത്തിൽ ഒരിക്കലാണ് പ്രവേശനം. ഈ ഉത്സവ സമയമായതിനാൽ ആളുകൾ ധാരാളം അതുകൊണ്ട് വരികയും ചെയ്തു. മകരസംക്രാന്തി നാളിലാണ് ഇവിടുത്തെ പ്രധാന ആചാരമായ മകരപ്പൊങ്കാല ഉത്സവം നടക്കുന്നത്. അപ്പോൾ ജനുവരി 15 രാവിലെ പൊങ്കാല അരങ്ങേറുമെങ്കിലും തലേന്ന് രാത്രിയുമൊക്കെ ഇവിടെ പരിപാടികളുണ്ട്. പക്ഷെ അന്ന് പ്രവേശനമില്ല, വനമേഖലയായതുകൊണ്ട്. ഇവിടുത്തെ കൊടിതി ഉത്സവം വളരെ പ്രശസ്തമായ ഒന്നാണ്. 14-15 തീയതികൾ നടക്കുമെങ്കിലും 15-ാം തീയതി രാവിലെയാണ് പ്രവേശനം ഉള്ളത്. പൊതുജനങ്ങൾക്കും ഭക്തർക്കുമെല്ലാം അവിടെ വരാൻ കഴിയും. പാസുകളൊന്നും എടുക്കണ്ട. എന്തൊക്കെയാലും വളരെ വലിയ ഒരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ കൊടിതി ഉത്സവം എന്ന് പറയുന്നത്. വനവാസക്കാലത്ത് ശ്രീരാമനും സീതാദേവിയും പൊന്മുടിയിലെത്തി സീതാതീർത്ഥക്കണി എന്നറിയപ്പെടുന്ന കുളത്തിൽ കുളിച്ചുവെന്നാണ് ഇവിടെയുള്ളവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. അവരുടെ വിശ്വാസങ്ങളെയും അതുല്യമായ പാരമ്പര്യങ്ങളെയും ഒക്കെ മുൻനിർത്തിയാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും നടക്കുന്നത്. നമ്മൾ അതിരാവിലെ എത്തിയതിനാൽ തിരക്ക് കുറച്ച് കുറവുണ്ടെന്ന് വെച്ചാണ് വന്നത്. പക്ഷേ തിരക്കോട് തിരക്കായിരുന്നു. പൊന്മുടിയിൽ എത്തിയപ്പോൾ ധാരാളം ആൾക്കാർ നമ്മൾ വരുമ്പോൾ ആ കാഴ്ച കാണേണ്ടതെന്ന് കാണാം. അതിരാവിലെ തന്നെ ചൂട്ടും കൊതുമ്പും എല്ലാം കെട്ടിപ്പെറുക്കി വാഹനങ്ങളിൽ വന്നിറങ്ങി പൊന്മുടിയിൽ ഇറങ്ങിയിട്ട് നേരെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ ക്ഷേത്രം വെച്ചിട്ടുണ്ട്. ഒരു ട്രസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതുവഴി അങ്ങോട്ട് കടന്നു കയറുന്നതാണ്. ഏതാണ്ട് നമുക്ക് 1/2 കിലോമീറ്റർ പോലും ഇല്ല ഇവിടെ എത്താനായിട്ട്. പക്ഷേ സീസൺ അല്ലാത്തപ്പോൾ ഇവിടെ കയറാനും പറ്റില്ല. ഉത്സവത്തിന് മാത്രമേ ഇവിടെ കയറാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ ആൾക്കാരൊക്കെ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. അതുകൂടാതെ തന്നെ അമ്മമാരിങ്ങനെ എല്ലാ ചടങ്ങിനുള്ള സാധനങ്ങളുമായിട്ട് കലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നൊരു കാഴ്ചയെ നമുക്ക് കാണാം. കുറച്ച് വനത്തിൽ കൂടി ചെറിയൊരു യാത്രയുണ്ട്. അങ്ങനെ കടന്നു കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. തിരിച്ചു വരുമ്പോൾ അന്നദാനം ഉണ്ടെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സീതാദേവി ശ്രീരാമ പ്രതിഷ്ഠകൾക്ക് പുറമെ ശിവൻ, മാടൻ തമ്പുരാൻ, ബ്രഹ്മദേവൻ എന്നീ പ്രതിഷ്ഠകളുമൊക്കെ ഇവിടെയുണ്ട്. ക്ഷേത്രമായിട്ടില്ലെങ്കിൽ തന്നെയും ഇതെല്ലാം ഒരു കുടില് കെട്ടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ജനുവരി 15 അതിരാവിലെയാണ് പ്രധാന പൂജകൾ ആരംഭിക്കുക. 14 വൈകിട്ട് 5:30 നട തുറക്കുമെങ്കിലും ആരെ ഇവിടേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ രാത്രി ചാറ്റുപാട്ടും പാതുക നിവേദ്യ പൂജയും ഒക്കെ ഉണ്ടായിരിക്കും. കണ്ടില്ലേ, അമ്മമാരൊക്കെ വനത്തിന്റെ കയറ്റങ്ങളൊക്കെ ഇറങ്ങി ഒക്കെ വരുന്ന കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുവാനും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണേണ്ടതാണ്. നമ്മൾ മല കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ മരത്തിൽ നേരത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് വേറെ ഫ്ലെക്സിബിൾ ബോർഡാണ് വെച്ചത്, മാടൻ തമ്പുരാൻ. ഇത് കയറി അങ്ങോട്ട് ചെല്ലുന്നത് വിശാലമായ 8 മുടികളുടെയും കാഴ്ച ഒരുക്കുന്ന സീതാതീർത്ഥത്തിലേക്കാണ്. ഇവിടെ കാട്ടാനകളും കാട്ടുപോത്തും ഒക്കെ നമ്മൾ അല്ലാത്ത സമയത്ത് വന്നാൽ മെയ്യുന്നത് കാണാം. അല്ലാത്ത സമയത്ത് കയറ്റി വിടില്ല. കുറെ നാളിന് മുമ്പ് ഞാൻ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ കയറി വന്ന് കാണാൻ വന്നിരുന്നു. അന്ന് നല്ലൊരു കാഴ്ചയായിരുന്നു. നിരവധി കാട്ടുപോത്തുകൾ ഇങ്ങനെ മെയ്യുന്ന സ്ഥലമാണ്. ഈ തീർത്ഥക്കുളത്തിന്റെ പ്രത്യേകത ഒരിക്കലും പറ്റാത്ത തീർത്ഥക്കുളമാണ്. വളരെ ശുദ്ധമായ ജലമാണ്. നമുക്ക് തണുത്തുറഞ്ഞ വെള്ളം തന്നെ എന്ന് പറയാം. പൊന്മുടിയിലെ തണുപ്പിന്റെ അതേ തണുപ്പ് വെള്ളത്തിനുമുണ്ട്. കുടിക്കാൻ ഉപയോഗിക്കുന്ന. അതുകൊണ്ട് തന്നെയാണ് വന്യമൃഗങ്ങളെല്ലാം ഇവിടെ എപ്പോഴും വന്ന് വിഹരിച്ച് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ച് പുല്ലൊക്കെ തിന്നു പോകുന്നത്. ഇത് വലിയൊരു കാഴ്ചയാണ് കേട്ടോ. വിശാലമായ കുന്നിൻ പരപ്പിലാണ്. തൊട്ടപ്പുറത്ത് ഇവിടെ വനമേഖലകളാണ്. അവിടെ കുറച്ച് കൽപ്രതിഷ്ഠകളാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗോത്ര വിഭാഗങ്ങൾ, അതായത് മല്ലൻകാണി എന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇവിടത്തേക്കുള്ള ഈ പൂജയൊക്കെ നടത്തുന്നത്. നമുക്ക് കല്ലാർ ചെക്ക് പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഫീസ് ഇല്ല. ഒരു സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിക്കാൻ തരും. ആ സ്റ്റിക്കറുമായിട്ട് വേണം നമ്മൾ പൊന്മുടിയിലേക്ക് ഇവിടെ എത്താനായിട്ട്. സീതാതീർത്ഥത്തിലേക്ക് വരുന്നതിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. അല്ലാത്തപ്പോൾ നമുക്ക് പാസ് എടുത്ത് മാത്രമേ പൊന്മുടി കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഫ്രീ ആണ്. ഏതൊക്കെയാലും നമ്മൾ ഈ കാഴ്ച മനോഹരമാണ്. സീതയുടെ കാൽപാദങ്ങളും ശ്രീരാമന്റെ പാദങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. പൂജകളും ആളുകൾ വന്ന് നിവേദ്യമൊക്കെ സ്വീകരിക്കുകയും അവിടുത്തെ കാണിക്കാരായ പൂജാരികളാണ് ഇരുന്നതൊക്കെ ചെയ്യുന്നത്. വളരെ ശക്തമായ കാറ്റാണ്. പൊങ്കാല ഇടുന്ന സമയത്ത് പുക കൊണ്ട് ഇവിടെ എല്ലാം മൂടി ഇങ്ങനെ നിൽക്കും. പക്ഷേ നമുക്കതൊരു സുഖമായിട്ട് തന്നെ തോന്നുകയാണ്. ഇതാണ് തീർത്ഥക്കുളം. ഈ തീർത്ഥക്കുളം ഒരിക്കലും പറ്റത്തില്ല. ഈ തീർത്ഥക്കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞ വെള്ളമാണ്. എപ്പോഴും ഇതേ ലെവലിൽ തന്നെ ജലത്തിന്റെ ഒരു അളവുണ്ടായിരിക്കും. ഇതാണ് സീതാതീർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്ന ഒരു കുടിലാണ്. വനമേഖലയായതിനാൽ പൊങ്കാലയൊക്കെയുള്ളതിനാൽ ഫോറസ്റ്റുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഇവിടെ വനമേഖലയാണ്. തൊട്ട് താഴേക്ക് വന്യമൃഗങ്ങൾ ധാരാളമുണ്ട്. ആളുകളൊക്കെ കയറി ഇറങ്ങി പോയാൽ അപകടമാണ്. നമുക്കിവിടെ എപ്പോഴും നിൽക്കുമ്പോൾ ഒരു കുളിർമ അനുഭവപ്പെടും എന്ന് പറഞ്ഞാൽ ഈ 8 മുടികൾ ചേരുന്ന പൊന്മുടിയുടെ ഭാഗമാണ് ഈ സീതാതീർത്ഥം എന്ന് പറയുന്ന ഭാഗം. മല്ലൻകാണിയാണ്.
മൊട്ടമോട് സെറ്റിൽമെന്റ് താമസിക്കുന്നത് ട്രൈബൽ ഏരിയയിൽ. അവിടുത്തെ പഴയ നമ്മളെ ആൾക്കാർ പൂജ നടക്കുന്ന സ്ഥലമാണ് ഇത്. സീതായും ശ്രീരാമനും കൂടെ ഇവിടെ വന്നെന്നാണ് അറിവ്. അല്ല ചാത്ര അനുസരിച്ച് അറിവ്. ഇവിടെ വന്ന് ലേവന്റെ അടുത്ത് ഇവിടെ വന്ന് സീത കുളിക്കേണ്ട സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനും താഴെ നായമ്പുലിയും കല്ല് വെച്ച് കളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നാനാജാതി മതസ്ഥരും എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സീതാതീർത്ഥം എന്ന് പറയുന്നത്. അവിടുത്തെ മകരപ്പൊങ്കൽ എന്ന് പറയുന്നത് പ്രശസ്തമാണ്. എന്നാൽ ഈ പ്രതിഷ്ഠകൾ ഇല്ലെങ്കിൽ തന്നെയും, വലിയ പ്രതിഷ്ഠകൾ ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഈ അവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാൻ ഒരു വല്ലാത്ത ആവേശം തന്നെയായിരിക്കും. കാരണം ഒരു ഗോത്ര ആചാരപ്രകാരമുള്ള എല്ലാ കാഴ്ചകളും, കുട്ടികളെ വേഷം കടിച്ച് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ വരുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പൊന്മുടി അപ്പർ സാനിറ്റോറിയത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയായിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്, ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ. അപ്പോൾ ആ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ പ്രകൃതിയുടെ മടിത്തട്ടിലുള്ള ഒരു സ്ഥലം, അതുകൊണ്ട് തന്നെ നമുക്കൊരു അനുഭൂതി ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഇത് മല്ലൻകാണിയാണ് ഇതിന്റെ കാർമ്മികത്വം വഹിക്കുന്നത്. ഗോത്ര ആചാരപ്രകാരമുള്ള ഒരു ഉത്സവമായതിനാൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതൊക്കെ ഗോത്ര ആചാര്യന്മാർ തന്നെയാണ് നടത്തുന്നത്. നമുക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ മനസ്സിലേക്ക് ആവാഹിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. യുഗാന്തരങ്ങളായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. പ്രകൃതിയെ ആരാധിക്കുക, കുന്നുകളെയും മലകളെയും പുഴകളെയും കല്ലുകളെയും ഒക്കെ ആരാധിക്കുക, വായുവിനെ ആരാധിക്കുക. അങ്ങനെയുള്ള ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോത്രാചാരങ്ങൾ നമുക്ക് അവിശ്വസനീയമായ ചില കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നീരാട്ടെന്ന് പറയും, പായസം നീരാട്ടൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടുത്തെയുള്ള ഈ ഭക്തരുടെ ഒരു പ്രവാഹമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് പൊങ്കാലയും പൊങ്കാലയ്ക്ക് ശേഷമുള്ള നിവേദ്യവും ഒക്കെയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു പായസം നീരാട്ടൊക്കെ ഉണ്ട്. കൊടിതി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ചടങ്ങ് ഇതാണ്. സീതയും ശ്രീരാമനെയൊക്കെ ഇരുത്തിയിരിക്കുന്ന ഒരു കുഞ്ഞു കുടിലൊക്കെ എല്ലാ വർഷവും അവർ പണിഞ്ഞെടുക്കുന്നതാണ്. മോഹൻ ത്രിവേണി, പൊന്മുടി സീതാതീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് രക്ഷാധികാരിയാണ്. എല്ലാ മകരമാസം 1-ാം തീയതിയും ഗോത്രാചാര പ്രകാരമുള്ള പൂജയാണ് സീതാതീർത്ഥത്തിൽ നടക്കുന്നത്. ഈ ഉത്സവത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഗോത്ര കാണി സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു സംഗമ സ്ഥലം കൂടിയാണ് സീതാതീർത്ഥം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ മിക്ക ഭവനങ്ങളിലുള്ള ഗോത്രവർഗങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിരവധി ഭക്തർ, ഈ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ എല്ലാ വർഷവും അമ്മയെ കാണാൻ ഇവിടെ വരുന്നുണ്ട്. വളരെ ഭംഗിയായി തന്നെയാണ് ഓരോ വർഷവും ഞങ്ങളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 7000-ഓളം ആളുകളാണ് നമ്മുടെ ഇവിടെ ഈ പൂജയ്ക്കായിട്ട് വന്നതായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രാവശ്യം അതിൽ കൂടുതൽ ആളുകളാണ് അമ്മയെ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഇവിടെ നടന്ന പൂജകള് ഗോത്ര ആചാരപ്രകാരമുള്ള പൂജകളാണ്. ഇന്നലെ ഇവിടെ പടുക്കയും അതുപോലെ ചാറ്റുപാട്ട് മാത്രമാണ്. മറ്റുള്ള ആളുകൾക്ക് ഇന്നലെ പ്രവേശനമില്ല. പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നലെ ആർക്കും പ്രവേശനമില്ലായിരുന്നു. ഇന്ന് ഒരു ദിവസത്തേക്കാണ് പ്രവേശനം വെച്ചിരിക്കുന്നത്. ഇവിടെ അമ്മയെ കാണാൻ വരുന്ന, ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഭക്തരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുള്ള കൗണ്ടറിൽ നിന്ന് രസീത് വാങ്ങിക്കൊണ്ട് നേരെ വന്ന് ഇവിടെ തൊഴാനുള്ള അവസരമുണ്ട്. ഇന്നേ ദിവസം ഫോറസ്റ്റിന്റെ നിയന്ത്രണങ്ങളില്ല, ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ആ നിയന്ത്രണം ഉള്ളത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 5000-ലേറെ ആളുകളാണ് വന്നിട്ടുള്ളത്. സമർപ്പണം